അപ്പം ഗൈസ് ഞങ്ങളിവിടെ ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ വേവിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചീനിയും വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കഴിച്ചു നോക്കിയില്ല. കറി വെച്ചപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കഴിച്ചു നോക്കിയില്ല കേട്ടോ. ഇറച്ചി എടുത്ത് കഴിച്ചു നോക്കിയില്ല. ഇപ്പം എങ്ങനെ ഉണ്ടെന്നത് അറിയത്തില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കാൻ പോകട്ടോ. അപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ ഇവനാണ് അവിടെ നിന്ന് വരുമ്പോൾ ഒട്ടകത്തിൻ്റെ ഇറച്ചി കൊണ്ടുവരണം. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാവേ. ഞാനിപ്പോ എന്താ മേടിക്കാൻ പോവാ? നമ്മളിപ്പം ഒട്ടകത്തിന്റെ ഇറച്ചി എന്തോ മേടിക്കാൻ. അന്നേരം നമ്മൾ ഒട്ടകത്തിന്റെ ഇറച്ചി മേടിക്കാൻ പോവാ കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലോട്ട് വരുന്നതിന്റെ തലേന്ന്, അതായത് 27-ാം തീയതിയാണ് പോകുന്നത്. ഒരു ഉച്ചയൊക്കെ ആയി ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള മാള സൂപ്പർ മാർക്കറ്റിലുണ്ട് സാധനം കേട്ടോ. പക്ഷെ ഞങ്ങളാരും ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ഇത് മേടിക്കാൻ കാരണം എന്ന് പറയുന്നത് മാമൻ്റെ മോനായിട്ടോ. ഞങ്ങൾ 3 മാസത്തെ വിസിറ്റിന് ശേഷം തിരിച്ച് നാട്ടിൽ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവനാ പറഞ്ഞത് ഒട്ടകത്തിൻ്റെ ഇറച്ചി മേടിച്ചുകൊണ്ട് പറഞ്ഞേ അവൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നത്, കഴിച്ചിട്ടുള്ളവരൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റാണ്, അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കണമെന്ന്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് മേടിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പം ക്യാമൽ മീറ്റ് ബോൺലെസ്സും ഉണ്ടായിരുന്നു, ബോണുള്ളതും ഉണ്ടായിരുന്നു. നമ്മൾ ബോൺലെസ്സാണ് മേടിച്ചേട്ടോ. പിന്നെ ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 940 ഗ്രാമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഏകദേശം 580 രൂപയോളം വില വരും. പിന്നെ യൂസ് ബൈ ഡേറ്റും ഉണ്ടായിരുന്നു. 27-ാം തീയതി അന്നത്തെ ഡേറ്റ് ആയിരുന്നു. 29-ാം തീയതി വരെ ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അന്ന് അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നാട്ടിലോട്ട് വരുന്ന ദിവസം രാവിലെ തന്നെ ഞാനിതെടുത്ത് പീസസ് ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയ സമയത്ത് ആദ്യം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് പിന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും വിനീഗറും കൂടെ ഒഴിച്ചൊന്ന് കഴുകിയെടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ശകല ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. എന്നിട്ട് ഇത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മഞ്ഞപ്പൊടിയും വിനീഗറൊക്കെ ഒഴിച്ച് കഴിയുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിന് സംതൃപ്തിക്ക് വേണ്ടി കേട്ടോ. ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വെച്ച് എന്തെങ്കിലും സ്മെല്ലും എല്ലാം ഉണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇതിന് ഇച്ചിരി വേവുള്ളതാണ്. അതുകൊണ്ട് ഇത് കുക്കറിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ 10 വിസിലും, അങ്ങനെ ടോട്ടൽ 11 വിസിലാണ് വേവാൻ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ കുക്കറി വെച്ചേക്കാം. എന്നിട്ട് ഇത് ഒരു പാത്രത്തിലോട്ട് ഇതുപോലൊരു ചോർപ്പിനകത്തോട്ട് എടുത്തിടുക. എന്നിട്ട് ഇതിനകത്തിലെ വെള്ളമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് വാർന്നങ്ങ് പോട്ടെ. എന്നിട്ട് ഈ ഇറച്ചിയെല്ലാം നന്നായിട്ട് തണുത്ത് കിട്ടണം. അതായത് ശകലം പോലും ചൂട് പാടില്ല, അപ്പോൾ ചീത്തയായിപ്പോൾ. ചീത്തയാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു പാക്കിംഗ് കവറിലേക്ക് ആക്കുക. അപ്പം നമുക്ക് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ രാവിലെയാണ് ഞാനിതെല്ലാം ചെയ്തത്. അതായത് 28-ാം തീയതി 27-ാം തീയതി ഉച്ചയ്ക്കാണ് നമ്മളിത് മേടിക്കുന്നത്. 28-ാം തീയതി രാവിലെയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു കവറിനകത്താക്കി വേറൊരു കവറിനകത്തൂടെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 28-ാം തീയതി ഉച്ചക്കലത്തെ ഫ്ലൈറ്റിന് കയറി രാത്രിയായപ്പോൾ വീട്ടിലെത്തി. അന്നേരം എന്തായാലും കുക്ക് ചെയ്യാനുള്ള സമയമില്ല. രാത്രി വന്ന് എവിടെയെങ്കിലും കിടക്കാമല്ലേ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് തന്നെ ഈ ഇറച്ചിയെടുത്ത് വന്നപ്പം തന്നെ രാത്രി തന്നെ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം വൈകിട്ടാണ് ഞങ്ങളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് 29-ാം തീയതി. അപ്പം അത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇറച്ചി. ഇപ്പം ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടാണ്ടാവും ഇങ്ങനെ ഇരിക്കുവാണ്, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇനി എന്തോ പ്രത്യേകിച്ച് പണി വന്നെങ്കിൽ ഇതങ്ങ് കറിയാക്കിയാൽ മതി. കാരണം ഇറച്ചി ഓൾറെഡി വെന്തിരിക്കുക അല്ലേ. ഇനി ഇതിനുള്ള മസാല മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇച്ചിരി പെരുംജീരകം ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോടെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 കുഞ്ഞ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ. ഇത് നമ്മൾ സാധാ നോർമലി ബീഫ് കറിയോ അല്ല ചിക്കൻ കറിയൊക്കെ വെക്കത്തില്ല, ആ ഒരു ഇത് തന്നെ. പ്രത്യേകിച്ച് മസാലക്കൂട്ടൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ആയിരിക്കുമല്ലോ വെക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ വെക്കുന്നത്. അപ്പം സവാളയ്ക്കകത്ത് കുറച്ച് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ ഇറച്ചിക്ക് ഓൾറെഡി ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇച്ചിരി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഇറച്ചിയിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ മസാലയൊക്കെ ചേർത്ത് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരും. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഇറച്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇറച്ചിയിലെല്ലാം ഈ ഗ്രേവി നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെക്കുമെന്ന് വെച്ചാൽ തീ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ അങ്ങ് അടച്ചു വെക്കണം. എങ്കിൽ ഇതിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോൾ ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് എടുക്കാം. അങ്ങനെ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക്
നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടകയിറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മണത്തിനൊന്നും കുഴപ്പമില്ല. നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ വരുന്ന മണമില്ല, ആ സെയിം മണം തന്നെയാണ് വരുന്നത്. വേറെ അല്ലാതെ ഇപ്പോൾ ഒട്ടകത്തിൻ്റെ ഇറച്ചി വേറൊരു ഇറച്ചിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല കേട്ടോ. ഇതിൻ്റെ ഇറച്ചി വേവിച്ചപ്പോഴായാലും കുക്കറി വെച്ച് വേവിച്ചപ്പോഴായാലും ഈ സെയിം സംഭവം തന്നെയായിരുന്നു. ഞാനതിന് വിചാരിക്കും ബീഫ് നമ്മൾ കുക്കറി വെച്ച് വേവിക്കത്തില്ല, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇച്ചിരി കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചാറൊക്കെ പറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മളിവിടെ അങ്ങ് നിർത്തി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മളിവിടെ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ വേവിച്ചതും ഒട്ടകത്തിൻ്റെ ഇറച്ചി. ഇതാണോ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ അറിയത്തില്ല. നമ്മൾ കപ്പയും ബീഫും ഒക്കെ കഴിക്കത്തില്ല, അതേപോലെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ വേവിച്ചതും ഒട്ടകത്തിൻ്റെ ഇറച്ചി. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. ഇതാണ്ട നമ്മളപ്പോൾ ഒട്ടകയിറച്ചിയൊക്കെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ സാധാരണ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് പോത്തിറച്ചിയൊക്കെ ഇങ്ങനെ വേവിച്ച് കൊണ്ടുപോകും. അതേടക്കാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒട്ടകത്തിൻ്റെ ഇറച്ചി ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഞാൻ കറി വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ഉപ്പ് നോക്കി, പക്ഷേ എങ്കിൽ എന്തുവാ ഇറച്ചിയൊന്നും ടേസ്റ്റ് ചെയ്തില്ല കേട്ടോ. എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം. അപ്പം ഒട്ടകത്തിൻ്റെ ഇറച്ചി വേണമെന്ന് പറഞ്ഞ ആൾ ഇവനായിരുന്നു കേട്ടോ. ഇവനായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. വരുമ്പം ഒട്ടകത്തിൻ്റെ ഇറച്ചി മേടിച്ചുകൊണ്ട് പറഞ്ഞത് ഇവന് തന്നെ ആദ്യം കൊടുക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്നാ കഴിച്ചു നോക്കും. എങ്ങനെ ഉണ്ടടാ? കൊള്ളാവോ? ഇത് നമ്മൾ മേടിച്ചപ്പോൾ പോത്തിറച്ചിയുടെ കണക്കൊക്കെ ആയിരുന്നിരുന്നത്, ബീഫിൻ്റെ കൂട്ടൊക്കെ. പക്ഷെ അത്ര ഫാറ്റ് ഇല്ലായിരുന്നു. പക്ഷെ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ജാനു കഴിച്ചു നോക്കുന്നോ? ഇനി ജാനുവിന് ഇച്ചിരി കൊടുത്തു നോക്കാം. ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. ഞങ്ങൾ അകത്തിരുന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അച്ഛൻ മാർത്ത് വെച്ചോണ്ടിരുന്നപ്പോൾ അതിൻ്റെ സൗണ്ട് പ്രശ്നമാകുന്നതുകൊണ്ട് ഞങ്ങൾ വെളിയിലിറങ്ങിയിരിക്കും. ഇവിടെ ഭയങ്കര ചൂടെടുത്തിട്ട് വിയർത്ത് കുളിച്ച് കേട്ടോ. എന്നാ എളുപ്പം എടുക്കാം വീഡിയോ. അല്ല ഇവിടെ നിന്ന് ചൂടെടുത്ത് ചാകും. എങ്ങനുണ്ട്? കൊള്ളാവോ? സൂപ്പറാണോ? ഇല്ലെങ്കിൽ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. എനിക്ക് അറിയത്തില്ല എങ്ങനെ ഇരിക്കുമെന്ന്. ദൈവമേ, എന്തുവാന്ന് ആദ്യമായിട്ടാണ് ഒട്ടകത്തിനൊക്കെ തിന്നുന്നത്. കഴിച്ചു നോക്കിയാലേ കൊള്ളാവോ കൊള്ളത്തില്ലോ എന്ന് അറിയാൻ പറ്റത്തുള്ളല്ലോ. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാവേ. ബീഫിനെ പോലൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ എങ്കിൽ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ചെവയൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാലും ബീഫിന്റെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് തോന്നില്ല. ബീഫിന്റെ ആ ഒരു മാംസത്തിന്റെ ഒരു ഇതുണ്ട്. ബീഫ് പോലല്ല, പക്ഷെ ബീഫിന്റെ ഒരു മാംസത്തിന്റെ ആ ടെക്സ്ചറാ. പക്ഷെ കൊള്ളാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു വല്ലതും ചെവയോ എല്ലാം കാണുമായിരിക്കും. പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലയോ? നമ്മള് കപ്പ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. കപ്പ വേവിച്ചതും അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഏത് സാധനമായാലും കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ അത് കൊള്ളാവോ ഇല്ലയോ എന്ന്. അപ്പോൾ ആദ്യമായിട്ട് കഴിച്ച ഒരു ഫീലേ തോന്നിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോക്ക് വരെ ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിൽ ഞങ്ങൾ 3 പേരെ കഴിച്ചുള്ളൂ കേട്ടോ. അച്ഛനും അമ്മയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.